അടിമാലി മൂന്നാർ മറയൂർ വഴി പോകുന്ന കാന്തല്ലൂർ ബസ് സ്റ്റാൻഡിന്റെ പുറകുവശം ട്രാക്ക് നമ്പർ 14 വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഒന്നും കൂടി വെൽക്കം ചെയ്യാം. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഇതിന് മുന്നേ ഉള്ള അതിൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോയതെന്ന്. ആനക്കുളത്തേക്കാണ് കേട്ടോ. മാത്രമല്ല ഇതൊരു ഗേൾസ് ട്രിപ്പുമാണ്. നമ്മൾ 4 പേരായിട്ടാണ് ഈ ട്രിപ്പിന് പോകുന്നത്. രാവിലെ 7 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നമുക്ക് ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് 8:40 കാന്തല്ലൂർ ബസ്സിലാണ് പോകേണ്ടത്. നമുക്ക് അടിമാലിയിലാണ് കേട്ടോ ഇറങ്ങേണ്ടത്. ഏകദേശം 2-2.5 മണിക്കൂർ എന്തോ യാത്ര വരുന്നുണ്ട്. പിന്നെ വഴിയിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കോതമംഗലത്ത് ഇറങ്ങി ഒരു ടീയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണിക്ക് ആകാറായപ്പോഴത്തേക്കും നമ്മൾ അടിമാലി എത്തിയിട്ടോ. അതിന് മുന്നേ പോകുന്ന വഴിയിൽ നമ്മളിതേ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ഇതിൻ്റെ പേര് ഞാൻ മറന്നു, ഒന്ന് എന്തോ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോക്കട്ടെ കേട്ടോ, എഴുതി കാണിക്കാം ഞാൻ. ഒരു 11:24 ആയപ്പോൾ നമ്മൾ അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ശരിക്കും ഇനി മാങ്കുളം ബസ് കയറേണ്ടത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗുഡ് ഫ്രൈഡേക്കാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് കിട്ടാതിരിക്കാനുള്ള 100% ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കരുതി ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ആദ്യം ഫുഡ് കഴിക്കുക, വയറ് നിറയ്ക്കുക. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി നമ്മൾ 2 ഊണാണ് കേട്ടോ പറഞ്ഞത്. കാരണം നമ്മൾ ഓൾറെഡി കോതമംഗലത്ത് ഇറങ്ങിയപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് വിശപ്പ് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ കഴിക്കാണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആനക്കുളം എത്തുമ്പോഴത്തേക്കും നല്ല ടയേർഡ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 ഊണേ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പേടിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മാങ്കുളത്തേക്ക് ബസ്സില്ല അടിമാലിയിൽ നിന്ന്. ഉള്ളതാണെങ്കിൽ ഒരു 4 മണിക്ക് ശേഷം ചിലപ്പോൾ വന്നാലായി എന്നാണ് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞത് കേട്ടോ നമ്മളോട്. അപ്പോൾ നമുക്ക് പിന്നെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഓൾറെഡി 2 മണിക്കാണ് റിസോർട്ടിൽ ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മണി വരെ വെയിറ്റ് ചെയ്ത് നിന്നാലും നമുക്ക് അത് ടൈം പോവും. ഇൻ കേസ് അത് കഴിഞ്ഞ് വന്നില്ലെങ്കിലും അത്ര നേരം നിന്ന് വെറുതെ ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഓട്ടോ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഒരു കുട്ടിയും കൂടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ വീട് ആനക്കുളത്തേക്കാണ്. ഡേയ്സിലാണ് കേട്ടോ. ഡേയ്സിലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ അവൻ്റെ വീട് ആനക്കുളത്തേക്കാണ്. അപ്പോൾ അവനും കൂടെ ചേർന്ന് നമ്മൾ 5 പേര് ഷെയർ ഇട്ടൊരു ഓട്ടോ എടുത്ത് മാങ്കുളത്തേക്ക് പോകാൻ കേട്ടോ. മാങ്കുളത്തേക്കല്ല, ആനക്കുളത്തേക്ക് തന്നെ പോവാണ്. കാരണം മാങ്കുളത്ത് ഇറങ്ങിയിട്ട് ജീപ്പ് കിട്ടുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ജീപ്പും കിട്ടാൻ സാധ്യതയില്ല. സോ മാങ്കുളം വരെ ഓട്ടോയിൽ പോകുന്ന പ്ലാൻ മാറ്റി നമ്മൾ ആനക്കുളം വരെയും ഓട്ടോയിൽ തന്നെ പോയിട്ടോ. ഏകദേശം 1100 രൂപയാണ് 5 പേർക്ക് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2:15 കഴിഞ്ഞപ്പോൾ നമ്മൾ ആനക്കുളം എത്തി. ഇതാണ് ആനക്കുളം. ഇവിടെയാണ് ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇതിന് ആനക്കുളം എന്ന് പേര് വന്നത് കേട്ടോ. ഒരു 5:30 ശേഷമാണ് ഇതേപോലെ ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല. അലൗഡ് അല്ല നമുക്കാർക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്തിയത് കൊണ്ടാണ് നമുക്കിവിടെ വരാൻ പറ്റിയത്. പക്ഷേ വെള്ളമൊന്നും ഇല്ലാണ്ട് ആകെ ഒരു ശോഷിച്ച അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത് കേട്ടോ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനക്കുളം എത്തിയപ്പോൾ അവിടെ ഇറങ്ങി. പക്ഷെ അവിടെ നിന്ന് പിന്നെയും നമുക്ക് നടക്കാനുണ്ടായിരുന്നു. ഏകദേശം ഒരു 500-700 മീറ്റർ നമുക്ക് നടക്കാനുണ്ടായിരുന്നു പിന്നെ റിസോർട്ടിലേക്ക്. ഇത്രയും കാശും കൊടുത്ത് വന്നിട്ട് മറ്റേ വെളുക്കോളം വെള്ളം കോരിയിട്ട് നിലത്തിട്ട് ഉടയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇത്രയും കാശും കൊടുത്ത് ഇവിടെ വരെ വന്നിട്ട് പിന്നെ നമുക്ക് നടക്കേണ്ട ഒരു ഗതികേട് വന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ റിസോർട്ടിലെത്തി. എലഫൻറ്റ് പബ് റിസോർട്ട്. ഇതിലേതോ ഒരു ഹട്ടിലാണ് നമ്മളിനി താമസിക്കാനുള്ളത്.
അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആരെയാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് ആരെയും കാണുന്നില്ല. അങ്ങനെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഒരു കെയർ ടേക്കർ, കാർത്തി എന്ന് പറയുന്ന ഒരു കെയർ ടേക്കർ ചേട്ടനാണുള്ളത്. അങ്ങനെ നമ്മൾ എത്തി, ആ ചേട്ടനെ കണ്ടു. ചേട്ടൻ നമുക്ക് ഹട്ട് കാണിച്ചു. രണ്ടാമത്തെ ഹട്ടാണ് നമ്മുടെ ഹട്ട് കേട്ടോ. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഈ വന്ന ഒരു കഷ്ടപ്പാടൊക്കെ നമ്മൾ മറന്നു. കാരണം നല്ലൊരു ആംബിയൻസൊക്കെ ഉള്ള നല്ലൊരു ഹട്ടായിരുന്നു കേട്ടോ. ശരിക്കും താഴെയും ഒരു ബെഡുണ്ട്, മുകളിലും ഒരു ബെഡുണ്ട്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് മുകളിലെ ബെഡ് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു മുകളിലത്തെ ബെഡിൽ എന്തായാലും ഞാൻ കിടക്കുമെന്ന്. പിന്നെ നമുക്ക് റൂമിൽ നിന്ന് തന്നെ ഇതേപോലൊരു വ്യൂ ഉണ്ട്. പുറത്തിറങ്ങിയാൽ കാണുന്നത് ഈ ഫ്രണ്ടിൽ ആനക്കുളം ഒഴുകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ വന്ന പാടെ ഒന്ന് ഫ്രഷ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് ആനക്കുളത്തേക്ക് പോവാം, എന്നിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വന്നാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. कार्तिक तमिलनाड रामेश्वरम हाय അതുവഴി ഇറങ്ങാൻ പറ്റുമോ? ആ അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ വെള്ളത്തിൽ കിടന്ന് അറുമാദിച്ചതിന് ശേഷം മഴ പെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ബാക്കി ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്കൊരു 5:30 ആകുമ്പോൾ ആനക്കുളം വിസിറ്റ് ചെയ്യാൻ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ടൈമൊക്കെ ആകുമ്പം ആന വെള്ളം കുടിക്കാൻ വരും എന്നാണ് കാർത്തിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് അതിന് പോകാൻ റെഡിയായി നിൽക്കാമെന്നൊക്കെയുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പെയ്ത മഴ പിന്നെ തോന്നിട്ടില്ല. നമ്മുടെ ഐശ്വര്യം കൊണ്ടാണോന്ന് അറിയത്തില്ല, ഈ മഴ പിന്നെ തോർന്നിട്ടുമില്ല. ആനക്കുളം പോയി ആനകളെ കാണാനുള്ള ആഗ്രഹം നമുക്ക് സാധിച്ചിട്ടുമില്ല. കാരണം മഴ പെയ്യുമ്പോൾ ആനകൾ വരത്തില്ല, വെള്ളം കുടിക്കാൻ വരത്തില്ല. സോ പോയിട്ടും കാര്യമില്ലായിരുന്നു. അങ്ങനെ തോരാണ്ട് മഴ പെയ്തപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ മുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മഴ പെയ്തത് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മഴയെ കുറച്ച് നെഗറ്റീവ് അടുപ്പിച്ചു.
പക്ഷേ ഈ മഴ നമുക്ക് പിറ്റേ ദിവസം പോസിറ്റീവായി മാറി. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കാരണം ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് മാത്രമേ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മുടെ ഒറ്റ ദിവസം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കാരണം ലെങ്തി ആയി പോവും. അടുത്ത പാർട്ട് അടുത്ത ദിവസം വരുന്ന അടുത്ത പാർട്ടിലാണ്. അതിൽ ഞാൻ പറയാം കേട്ടോ ഈ മഴ നമുക്ക് എങ്ങനെയാണ് അനുഗ്രഹമായിട്ട് മാറിയെന്ന്. അങ്ങനെ നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി. നമുക്ക് ആനക്കുളത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് ഡിന്നറിൻ്റെ കാര്യം സംസാരിച്ചപ്പോഴാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത്. കാരണം നമ്മൾ പാക്കേജിൽ ഡിന്നർ ഇൻക്ലൂഡഡ് ആണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. നമ്മളിങ്ങനെ പ്രത്യേകം പേ ചെയ്തിട്ടാണ് ഈ ഡിന്നർ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ രാത്രി ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടാവും. മഴ ഇതുവരെയും തോന്നിട്ടില്ല. നല്ല ഹാർഡായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഹാർഡായിട്ട് മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് കറണ്ടൊക്കെ പോകുന്നുണ്ട്, വൈഫൈ കിട്ടുന്നില്ല, അങ്ങനെ ചെറിയ ചെറിയ സീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാനിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്